ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ഇന്ന് ഒരു ആമയുടെ കഥയാണ് കേട്ടു നോക്കിയാലോ. പണ്ട് ഒരു കാട്ടിൽ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ 2 ഹംസങ്ങളും അതിൻ്റെ തീരത്തായി ഒരു ആമയും താമസിച്ചിരുന്നു. ആമയാകട്ടെ സംസാരപ്രിയനായിരുന്നു. അവൻ എപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെയിരിക്കെ കടുത്ത വേനലെത്തി. പുഴയിലെ വെള്ളം വറ്റാനാരംഭിച്ചു. അവർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയായി. അപ്പോൾ ഹംസങ്ങൾ മറ്റൊരു പുഴ കണ്ടെത്തണമെന്നും അങ്ങോട്ടേക്ക് പോകണമെന്നും തീരുമാനിച്ചു. ഇതറിഞ്ഞ ആമ അവരോട് പറഞ്ഞു, നിങ്ങളിവിടെ നിന്നും പോയാൽ എനിക്ക് ആരുണ്ട്? നിങ്ങൾ പോകുമ്പോൾ എന്നെ കൂടെ കൂട്ടാമോ എന്ന് ആമ അവരോട് ചോദിച്ചു. ഹംസങ്ങൾ സമ്മതിച്ചു. അങ്ങനെ പുതിയ പുഴ കണ്ടെത്താനായി ഹംസങ്ങൾ പറന്നു തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഒരു പുഴ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പുഴയിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിച്ചു. അവർ തിരിച്ച് ആമയുടെ അടുത്തെത്തി. ആമയെ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക എന്ന് ചർച്ച നടത്തി. അങ്ങനെ ഹംസങ്ങൾ ഒരു വഴി കണ്ടെത്തി. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു വടിയെടുത്ത് 2 അറ്റവും കൊത്തിപ്പിടിക്കാം. നീ അതിൽ കടിച്ചു തൂങ്ങി കിടക്കണം. ഞങ്ങൾ പറന്നോളാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നീ അവിടെ എത്തുന്നതുവരെ സംസാരിക്കരുത് എന്ന് അവർ പ്രത്യേകം ആമയോട് പറഞ്ഞു. ആമയ്ക്കോ 100 വട്ടം സമ്മതവും. അങ്ങനെ അവർ വടിയെടുത്ത് കൊത്തിപ്പിടിച്ച് ആമ അതിൽ കടിച്ചു തൂങ്ങി കിടക്കുകയും അവർ പറന്ന് ആരംഭിക്കുകയും ചെയ്തു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ പല ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങി. അത് കേട്ടതോടെ ആമയ്ക്ക് ആകെ ആകാംക്ഷയായി. അതെന്താണെന്ന് അവൻ ഇപ്പോൾ തന്നെ അറിയണം. അവൻ അതറിയാനായി ഹംസങ്ങളോട് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. ആ ചോദ്യം ചോദിക്കാൻ അവൻ വായ തുറന്നതും വടിയിൽ നിന്നും പിടിവിട്ട് അവൻ താഴേക്ക് വീണു. അങ്ങനെ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ? നമ്മുടെ നല്ല സുഹൃത്തുക്കൾ പറയുന്നത് നമ്മൾ അനുസരിക്കണം. ആ ഉപദേശം നമ്മുടെ നന്മയ്ക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം.